തിരുമേനി എൻ്റെ വീട്ടിൽ പാല് കാച്ചിയ സമയത്ത് ഒരു നിലവിളക്ക് കൊണ്ട് കയറുന്നതിനായിട്ട് മേടിച്ചിട്ടുണ്ട്. അത് വീട്ടിൽ ഇപ്പോൾ ഉപയോഗിക്കാതെ ഒരിടത്ത് വച്ചിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് തൊട്ടടുത്ത വീട്ടിൽ ഭഗവതി സേവ പോലെ എന്തൊക്കെ പൂജകൾ നടന്നപ്പോൾ അവർ വിളക്ക് കടം ചോദിച്ചു. ഞാനത് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ആ ദിവസം മുതൽ എന്നെ അമ്മായിയമ്മ വല്ലാതെ കുറ്റപ്പെടുത്തുന്നു. നമ്മുടെ ഐശ്വര്യത്തിന് നിദാനമായിട്ടുള്ള നിലവിളക്കെടുത്ത് കൊടുത്തത് നമ്മുടെ വീട്ടിന് ദോഷമാണ്, കൊണ്ടു കയറിയ വിളക്കാണ്, അതുകൊണ്ട് തന്നെ നമുക്കിവിടെയുള്ള ഐശ്വര്യങ്ങളെല്ലാം മറ്റൊരു വീട്ടിൽ പോകും എന്നൊക്കെയാണ് അമ്മായി പറയുന്നത്. ഇതിൽ വല്ല വാസ്തവമുണ്ടോ? ഇതിൽ വാസ്തവമൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ടൊക്കെ പൂജകളൊക്കെ നടക്കുമ്പോൾ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ തന്നെയാണ്, ഹൈന്ദവ ഭവനങ്ങളിൽ നിന്ന് തന്നെയാണ് വിളക്കെടുത്തുകൊണ്ടിരുന്നത്. ആ വിളക്കിന് അങ്ങനെ ദോഷങ്ങളൊന്നും പറയില്ല. നമ്മൾ വിളക്കിൽ ആവാഹിച്ചൊന്നും വയ്ക്കാറൊന്നുമില്ല. നമ്മൾ ഇപ്പം ചൈതന്യത്തെ ആ പൂജാ സമയത്ത് ആവാഹിക്കുന്നു, അത് കഴിഞ്ഞാൽ വിടർത്തുന്നു. അത് വിളക്കിൽ കുടിയിരുത്തുന്നൊന്നുമില്ല. കുടിയിരുത്തുന്ന വിളക്കുകളുണ്ട്, അത് ഉറപ്പിച്ച് എവിടെയെങ്കിലും വയ്ക്കുന്ന തരത്തിൽ വല്ല കാവുകളിലോ മറ്റൊക്കെ വയ്ക്കുന്ന തരം വിളക്കുകളാണ്. അല്ലാതെ വീടുകളിൽ ഉപയോഗിക്കുന്ന വിളക്കുകളിൽ അങ്ങനെ ചൈതന്യത്തെ ആവാഹിച്ച് അതിൽ ഡെയിലി പൂജ കൊടുക്കുന്ന രീതികളൊന്നും ഇല്ല. നമ്മൾ ഒരു ഐശ്വര്യ പ്രതീകമായിട്ട് തെളിയിക്കുന്ന വിളക്കാണ്. നിങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടിൽ അവിടെ ഭഗവതി സേവ എന്ന് പറയുന്ന പുണ്യകരമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി കൊടുത്തെങ്കിൽ ആ വിളക്കിന് ഒന്നുകൂടി ചൈതന്യം കിട്ടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലാതെ അതിനപ്പുറം അത് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ദോഷം വരുന്നു എന്നുള്ള രീതി അയ്യമ്മയുടെ കാഴ്ചപ്പാട് ശരിയൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ ഹൈന്ദവ ഭവനങ്ങൾ ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ പൂജ നടക്കുമ്പോൾ ഒരു വിളക്ക് കൊടുത്ത് അവരെയൊക്കെ സഹായിക്കണം. നമ്മളെ ഹൈന്ദവ ഭക്തർക്ക് ഇടയിൽ ഇത്തരം തെറ്റായ ധാരണകളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളും കൂടെ അവരെ സഹായിച്ചു കൊടുക്കണം. ഈശ്വരീയമായ പുണ്യകരമായിട്ടുള്ള കർമ്മങ്ങൾ വീടുകളിലൊക്കെ നടക്കുന്ന നല്ലതല്ലേ? അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ അന്ധവിശ്വാസങ്ങളെ കുത്തിച്ചെരുകാതിരിക്കുന്നതായിരിക്കും നല്ലത്.